നമസ്കാരം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ കണ്ടന്റുകളുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, ഭരണഘടന അനുസരിച്ച് വധശിക്ഷ ലഭിച്ച ഒരാളുടെ ശിക്ഷയിൽ ഇളവ് വരുത്താനോ മാപ്പ് നൽകാനോ അധികാരം ആർക്കാണ്? അത് നമുക്ക് അറിയുന്ന ഒരു ആൻസറാണ്. രാഷ്ട്രപതിക്കാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ്. അടുത്ത ചോദ്യം. ഒരു ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷന്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം ആരായുമ്പോൾ അത്തരം വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? അതാണ് ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഭരണഘടനയുടെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം ആരായുമ്പോൾ അത്തരം വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? ആ ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 5ആണ്. അടുത്ത ചോദ്യം. ഭരണഘടന പ്രകാരം സത്യപ്രതിജ്ഞ ആവശ്യമില്ലാത്ത ഉന്നത പദവി. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുക്കേണ്ട, അത് നോക്കണ്ട. നമ്മൾ അങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരാണ് എന്നാണ് ചോദ്യം. അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് സത്യപ്രതിജ്ഞ ആവശ്യമില്ലാത്ത ഒരാളാണ്. അടുത്ത ചോദ്യം. ഭരണഘടന പ്രകാരം ഗവർണർ നിയമനം നടത്താത്ത ഉന്നത പദവി ഏതാണ്? ഭരണഘടന പ്രകാരമാണ്. അപ്പോൾ ഇവിടെ കൊടുത്ത ആൻസറിൽ സ്പീക്കറാണ്. ലെജിസ്ലേച്ചറിലെ സ്പീക്കറാണ് ഗവർണർ നിയമനം നടത്താത്ത ഉന്നത പദവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാരിലേക്ക്, അടുത്ത ചോദ്യം. കേന്ദ്ര സർക്കാരിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ കേന്ദ്ര സർക്കാരിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ അവധി ശമ്പളവും മറ്റലവൻസുകളും നൽകേണ്ട ബാധ്യത ആർക്കാണ്? അത് സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. അടുത്ത ചോദ്യം. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ അറ്റോർണി ജനറലിന് ഏതൊക്കെ കോടതികളിൽ ഹാജരാകാൻ അവകാശമുണ്ട്? ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ അറ്റോർണി ജനറലിന് ഏതൊക്കെ കോടതിയിൽ ഹാജരാകാൻ അവകാശമുണ്ട്? എൻ്റെ ആൻസർ ഇന്ത്യയിലെ എല്ലാ കോടതികളിലും ഹാജരാകാൻ അവകാശമുണ്ട് എന്നാണ്. ഇനി അടുത്ത ചോദ്യം. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബില്ലുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് സമർപ്പിക്കുന്നതിന് മുമ്പ് ഏതൊക്കെ കണ്ടീഷൻ ഉണ്ടായിരിക്കണം? അത് എങ്ങനെയാണ് വേണ്ടത്? ഒന്ന്, അത്തരം 7ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ ഭേദഗതി വരുത്താൻ വേണ്ടി ഉള്ള ബില്ലുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് സമർപ്പിക്കണമെങ്കിൽ പകുതിയിൽ കുറയാത്ത സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ആവശ്യമാണ്. അംഗീകാരം എന്ന് പറയുന്നത് റാറ്റിഫിക്കേഷനാണ്. പകുതിയിൽ കുറയാത്ത സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം അത്തരത്തിൽ ആവശ്യമാണ്. അടുത്ത ചോദ്യം. മന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ, ജഡ്ജിമാർ തുടങ്ങിയ വിവിധ ഉന്നത വ്യക്തികൾ എടുക്കേണ്ട സത്യപ്രതിജ്ഞയുടെ മാതൃക ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്? ഒരിക്കൽ കൂടി. മന്ത്രിമാര്, പാർലമെന്റ് അംഗങ്ങള്, ജഡ്ജിമാര് തുടങ്ങിയ വിവിധ ഉന്നത വ്യക്തികൾ എടുക്കേണ്ട സത്യപ്രതിജ്ഞയുടെ മാതൃക ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്? ആൻസർ 3ാം ഷെഡ്യൂളിലാണ്. 3ാം ഷെഡ്യൂളിൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുന്നത് ആരെല്ലാമാണ്? ഉപരാഷ്ട്രപതിയാണ് കേട്ടോ. ആൻസർ പാർലമെന്റിന്റെ 2 സഭയിലെ അംഗങ്ങൾ ആണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ. അടുത്ത ചോദ്യം. പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിലെ അംഗമല്ലാത്ത ഒരു മന്ത്രി തുടർച്ചയായി എത്ര മാസത്തെ കാലയളവ് കഴിഞ്ഞാലും അംഗമായി തുടരുകയാണെങ്കിൽ
ആ കാലയളവ് അവസാനിക്കുമ്പോൾ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും. നമ്മൾ ചെയ്യാറുണ്ട്. ഒരു ഇലക്ഷനും ജയിക്കാത്ത, അല്ലെങ്കിൽ പാർലമെന്റിലെ ഏതെങ്കിലും രാജ്യസഭയിലോ നിയമസഭയിലോ അല്ല ലോകസഭയിലോ ഒക്കെ, അത് നിയമസഭയുടെ കാര്യത്തിലും ബാധകമാണ്. ഒരാൾ ജയിച്ച് അയാൾ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അയാൾ എത്ര കാലത്തിനുള്ളിൽ അത് തെരഞ്ഞെടുത്ത് അംഗമായിരിക്കണമെന്നാണ്. ആ ബന്ധപ്പെട്ട പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിലോ അല്ലെങ്കിൽ നിയമസഭയിലോ ഒക്കെ അംഗമാകണം. അല്ലെങ്കിൽ അയാൾക്ക് ആ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും. എത്ര കാലം? 6 മാസത്തിനുള്ളിൽ അയാൾ ഇതിലെ അംഗമാകണം. അടുത്ത ചോദ്യം. ഒരു സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ആ സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ, നോക്കണേ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളുടെ കാര്യം ഇവിടെ പറയുന്നു. ലെജിസ്ലേറ്റീവ് കൗൺസിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് സംസ്ഥാനത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ എത്രയാവണം എന്നാണ്. എൻ്റെ ആൻസർ 1/3 കൂടാൻ പാടില്ല. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 1/3 കൂടാൻ പാടില്ല കൗൺസിലിലെ അംഗങ്ങൾ. പിന്നെ മറ്റൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും 40 കുറയാനും പാടില്ല. 40 പേരിൽ കുറയാനും പാടില്ല. അടുത്ത ചോദ്യം. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജിമാര്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ, ഹൈക്കോടതിയിലെ മറ്റ് ജഡ്ജിമാർ എന്നിവരെ നിയമിക്കുന്നതിനായി ആളുകളെ ശുപാർശ ചെയ്യുന്നതിനായി ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നത് ആരെയാണ്? അത്തരത്തിൽ ഇവരെയൊക്കെ നിയമിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ട് ആളുകളെ ശുപാർശ ചെയ്യുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജിമാര്, സുപ്രീം കോടതി ജഡ്ജിമാര്, ഇത്തരം ആൾക്കാരെയൊക്കെ നിയമിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ശുപാർശ ചെയ്യുന്നതിനായിട്ട് ആരാണ്? അത് ജഡ്ജിമാരുടെ ഒരു കൗൺസിലിനെയാണ്. ജഡ്ജിമാരുടെ ഒരു കൗൺസിലാണ് ഇത്തരം തസ്തികകളിലേക്ക് നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ശുപാർശ ചെയ്യുന്നത്. അടുത്ത ചോദ്യം. യൂണിയനും സംസ്ഥാനങ്ങൾക്കും പൊതുവായ ഒന്നോ അതിലധികമോ അഖിലേന്ത്യാ സർവീസുകൾ പാർലമെന്റ് നിയമത്തിലൂടെ സൃഷ്ടിക്കുന്നതിന് ആവശ്യമായത് എന്താണ്? അതായത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിലെ അഥവാ രാജ്യസഭയിലെ ഹാജരായവരും വോട്ട് ചെയ്യുന്നവരുമായ അംഗങ്ങളിൽ 2/3 ഭാഗത്തിന്റെ കുറയാത്ത അംഗങ്ങൾ പ്രമേയം പാസാക്കിയാൽ മാത്രമേ യൂണിയനും സംസ്ഥാനങ്ങൾക്കും പൊതുവായ ഒന്നോ അതിലധികമോ അഖിലേന്ത്യാ സർവീസുകൾ പാർലമെന്റ് നിയമത്തിലൂടെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത ചോദ്യം. മേജർ പോർട്ട് അറിയാലോ, തുറമുഖമായിട്ട് ബന്ധപ്പെട്ടാണ്. പോർട്ടുകളായി പ്രഖ്യാപിക്കപ്പെട്ട തുറമുഖങ്ങൾ ഭരിക്കുന്നതിനും അവയുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിനും പോർട്ട് അതോറിറ്റികളുടെ അധികാരം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നതിനും ഭരണഘടന പ്രകാരം അധികാരം നൽകിയിരിക്കുന്നത് ആർക്കാണ്? അപ്പോൾ പോർട്ടുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്ക് മാത്രമാണ്? പാർലമെന്റിന് മാത്രമാണ്. അടുത്ത ചോദ്യം. ഒരു ഗവർണർ പ്രസിഡന്റിന്റെ പരിഗണനയ്ക്കായി ഒരു ബിൽ, അല്ലാത്ത ഒരു ബില്ല് മാറ്റിവെച്ചാൽ ഭരണഘടന പ്രകാരം പ്രസിഡന്റിന് സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. അതായത് പ്രസിഡന്റിന്റെ പരിഗണനയ്ക്കായിട്ട് ഒരു ബില്ല് മാറ്റിവെക്കുന്നു, അത് ധനബില്ലല്ല. അങ്ങനെയാണെങ്കിൽ ഭരണഘടന പ്രകാരം പ്രസിഡന്റിന് സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതായത് 1, ബില്ലിന് അനുമതി നൽകാം, അല്ലെങ്കിൽ അനുമതി നിഷേധിക്കാം, അല്ലെങ്കിൽ ബില്ല് പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കാൻ ഗവർണറോട് നിർദ്ദേശിക്കാം. ഗവർണറോട് നിർദ്ദേശിക്കാം. 3 കാര്യങ്ങൾ പ്രസിഡന്റിന് ചെയ്യാം. 1, ബില്ലിന് അനുമതി നൽകാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അനുമതി നിഷേധിക്കാം, അല്ലെങ്കിൽ ബിൽ പുനഃപരിശോധനയ്ക്കായിട്ട് തിരിച്ചയക്കാൻ ഗവർണറോട് നിർദ്ദേശിക്കാം. ഇനി അടുത്ത ചോദ്യം. പ്രസിഡന്റ് പാർലമെന്റിലെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിലുള്ള വ്യവസ്ഥ എന്താണെന്നാണ് ചോദ്യം. അതായത്
ഓരോ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സമ്മേളനത്തിന്റെ തുടക്കത്തിലാണ് അത്. ഓരോ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ പ്രസിഡന്റ് ഈ പാർലമെന്റിലെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും. അടുത്ത ചോദ്യം. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാൻ കഴിയുമോ? സഭയിൽ സംസാരിക്കാനും വോട്ട് ചെയ്യാനും അദ്ദേഹത്തിന് അവകാശമുണ്ടോ? ഒരു ചോദ്യമാണ്. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ, എ ജി, അതും അഡ്വക്കേറ്റ് ജനറൽ, അല്ലാത്ത എ ജി ഉണ്ട്, അക്കൗണ്ടന്റ് ജനറലും എ ജി ആണ്. അഡ്വക്കേറ്റ്, ഇവിടെ നമ്മൾ പറയുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാൻ കഴിയുമോ? ഉത്തരം അതെ. അദ്ദേഹത്തിന് നിയമസഭയിൽ പങ്കെടുക്കാനും സംസാരിക്കാനും കഴിയും, എന്നാൽ വോട്ട് ചെയ്യാൻ അർഹതയില്ല. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിൽ പങ്കെടുക്കാനും സഭയിൽ സംസാരിക്കാനും കഴിയും, എന്നാൽ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ അർഹതയില്ല. അടുത്ത ചോദ്യം. പാർലമെന്റിന്റെ ഒരു സഭ പാസാക്കി മറ്റൊരു സഭയിലേക്ക് അയച്ച ബില്ല്, ഇതെല്ലാം ധനബില്ലല്ല പറയുന്നത്, രണ്ടാമത്തെ സഭ നിരസിക്കുകയാണെങ്കിൽ ഭരണഘടന പ്രകാരം സ്വീകരിക്കേണ്ട നടപടിക്രമം എന്താണ്? മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പാർലമെന്റിന്റെ ഒരു ഉദാഹരണം, പാർലമെന്റിന്റെ ഒരു സഭ, ലോകസഭ പാസാക്കി, അതിനുശേഷം മറ്റൊരു സഭയിലേക്ക് അയച്ചു, രാജ്യസഭയിലേക്ക് അയച്ച ബില്ല്, ഈ രണ്ടാമത്തെ സഭ നിരസിക്കുകയാണ് എങ്കിൽ ഭരണഘടന പ്രകാരം സ്വീകരിക്കേണ്ട നടപടിക്രമം എന്താണെന്നാണ് ചോദ്യം. അത് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുക എന്നുള്ളതാണ്. അതായത് പാർലമെന്റിന്റെ രണ്ട് സഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കണം, അതൊരു സംഗതി ഉണ്ടായാൽ, അതായത് ജോയിന്റ് സിറ്റിംഗ്. അടുത്ത ചോദ്യം. എസ്റ്റേറ്റ് ഡ്യൂട്ടി, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്നാൽ എന്താണ്? എസ്റ്റേറ്റ് ഡ്യൂട്ടി. ആൻസർ: പാർലമെന്റോ സംസ്ഥാന നിയമസഭയോ നിർമ്മിച്ച നിയമങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരാളുടെ മരണശേഷം കൈമാറ്റം ചെയ്യപ്പെടുന്ന എല്ലാ സ്വത്തുക്കൾക്കും മേൽ ചുമത്തുന്ന നികുതിയാണ് എസ്റ്റേറ്റ് ഡ്യൂട്ടി. ഒരിക്കൽ കൂടി പറയാം. പാർലമെന്റോ സംസ്ഥാന നിയമസഭയോ നിർമ്മിച്ച നിയമങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരാളുടെ മരണശേഷം കൈമാറ്റം ചെയ്യപ്പെടുന്ന എല്ലാ സ്വത്തുക്കൾക്കും മേലെ ചുമത്തുന്ന നികുതിയാണ് എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂൾ പ്രകാരം ലോകസഭാംഗത്തിന്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ആരുടെ തീരുമാനമാണ് അന്തിമം? 10ാം ഷെഡ്യൂൾ പ്രകാരം ലോകസഭാംഗത്തിന്റെ അയോഗ്യത എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടതെല്ലാം തീരുമാനിക്കേണ്ടത് ആരാണ്? സഭയുടെ സ്പീക്കറാണ്. ഇവിടെ ലോകസഭയാണെങ്കിൽ ലോകസഭാ സ്പീക്കറാണ്. അടുത്ത ചോദ്യം. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യാനും ഉചിതമായ ശുപാർശകൾ നൽകാനും കാലാകാലങ്ങളിൽ ഫിനാൻസ് കമ്മീഷനെ രൂപീകരിക്കാൻ അധികാരമുള്ള അധികാരി ആരാണ്? അതായത് പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതിക്ക് വേണ്ടിയിട്ട് ഫിനാൻസ് കമ്മീഷൻ, അതിനുള്ള അധികാരം ഗവർണർക്കാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ ആരാണ്? ആർക്കും സംശയമില്ലാത്ത ഒരു ഉത്തരമാണ്. CAG ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം. CAG ഭരണപരമായ അധികാരങ്ങൾ CAGയുടെ ഭരണപരമായ അധികാരങ്ങൾ, CAGയുടെ അധികാരങ്ങൾ ആരായിരിക്കും നിയന്ത്രിക്കുന്നത്? അത് പ്രസിഡന്റാണ്. CAGയുടെ അധികാരങ്ങൾ പ്രസിഡന്റാണ് നിയന്ത്രിക്കുന്നത്. അടുത്ത ചോദ്യം. ഗവൺമെന്റ് അക്കൗണ്ടുകളെ സംബന്ധിച്ച CAGയുടെ ചുമതലകളും അധികാരങ്ങളും ഈ നിയമത്തിലെ ഏത് വകുപ്പിലാണ് പരാമർശിച്ചിരിക്കുന്നത്? അതായത് ഗവൺമെന്റ് അക്കൗണ്ടുകളെ സംബന്ധിച്ചിട്ട CAGയുടെ ചുമതലകൾ സെക്ഷൻ 10ലാണ്. സെക്ഷൻ 10 ഓഫ് ദി ആക്ട്. അടുത്ത ചോദ്യം. യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും അക്കൗണ്ടുകൾ ഏത് ഭരണഘടനാ അനുച്ഛേദപ്രകാരമാണ് സൂക്ഷിക്കേണ്ടത്? അതായത് യൂണിയന്റെയും സംസ്ഥാനത്തിന്റെയും അക്കൗണ്ടുകൾ സൂക്ഷിക്കേണ്ടത് ആർട്ടിക്കിൾ 150 പ്രകാരമാണ്. അടുത്ത ചോദ്യം. കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? നമുക്ക് അറിയുന്നതാണ്, പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. അടുത്ത ചോദ്യം. പൊതുപണത്തിന്റെ ചെലവിൽ ലാഭം ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? പൊതുപണമാണ് കേട്ടോ.
പൊതുപണത്തിന്റെ ചെലവിലെ ലാഭം ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അത് എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അടുത്ത ചോദ്യം, യൂണിയന്റെയും സംസ്ഥാനത്തിന്റെയും അക്കൗണ്ടുകൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരുടെ അനുമതിയോടെ നിശ്ചയിക്കുന്ന രീതിയിലായിരിക്കണം സൂക്ഷിക്കുന്നത്? അത് ഈ കൺട്രോൾ പിന്നെ CAGയുടെ എല്ലാ കൺട്രോളിങ്ങും ആർക്കാണ്? പ്രസിഡന്റ്. അപ്പൊ ഇവിടെയും പ്രസിഡന്റിനാണ്. ഭരണഘടനയുടെ ഡാഷ് പ്രകാരം CAG ഏത് പിന്നെ ഇത് പ്രകാരമാണ്, ആർട്ടിക്കിൾ പ്രകാരമാണ് CAGയെ നിയമിക്കുന്നതെന്നാണ് ചോദ്യം. അതിന് ആർട്ടിക്കിള് 148 148 പ്രകാരമാണ് CAGയെ നിയമിക്കുന്നത്. അടുത്ത ചോദ്യം, കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഭരണഘടനയുടെ ഏത് ഡാഷ് പ്രകാരം പാസാക്കിയതാണ് CAGയുടെ ചുമതലകൾ? അത് ചുമതലകൾ, അധികാരങ്ങൾ, സേവന വ്യവസ്ഥകളൊക്കെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദ്യം. അത് CAGയുടെ ചുമതലകൾ വരുന്നത്, ചുമതലകളും അധികാരങ്ങളും സേവന വ്യവസ്ഥകളൊക്കെ വരുന്നത് 149ലാണ്. 48 പ്രകാരമാണ് ഈ CAGനെ നിയമിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രസിഡന്റിന്റെ അനുമതിയോടെ സംസ്ഥാനത്തിന്റെ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് CAGയെ ഒഴിവാക്കാൻ അധികാരമുള്ള ആർക്കാണ്? പ്രസിഡന്റിന്റെ അനുമതിയോടെയാണ് കേട്ടോ. സംസ്ഥാനത്തിന്റെ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് അവരെ ഒഴിവാക്കാനുള്ള അധികാരം ഗവർണർക്കാണ്. സംസ്ഥാനത്തിന്റെ അക്കൗണ്ടുകൾ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ CAG യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട അധികാരങ്ങളും ചുമതലകളും ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പോൾ ഭരണഘടനയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ CAGക്ക്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്, യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട അധികാരങ്ങളും ചുമതലകളും ഇന്നതുപോലെ കൊടുക്കണം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണെന്നാണ് ചോദ്യം. അതിപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി 149ലും 150ലും 148 CAGയെ നിയമിക്കുന്നതാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ CAGയെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്, രാഷ്ട്രപതി. അടുത്ത ചോദ്യം, സംസ്ഥാന ഗവൺമെന്റിന്റെ അക്കൗണ്ടുകളുടെ ഓഡിറ്റ് ഫലം അടങ്ങിയ റിപ്പോർട്ടുകൾ CAG സമർപ്പിക്കുന്നത് ആർക്കാണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്താൽ അത് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണർക്കാണ്. ആൻസർ ഗവർണർക്ക്. അടുത്ത ചോദ്യം, CAG പ്രാഥമിക ഓഡിറ്റ് പ്രവർത്തനമായി, അത് വേണ്ട, നമ്മളത് പറയുമ്പോൾ അത് കുറേ ഓപ്ഷൻസ് വരുന്നതുകൊണ്ടാണ് അത് ചോദ്യം ഒഴിവാക്കുന്നു. അടുത്ത ചോദ്യം, സെൻട്രൽ ഓഡിറ്റിങ്ങിന്റെ ചുമതലകളും പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാണ്? സെൻട്രൽ ഓഡിറ്റിന്റെ ചുമതലകളുമായിട്ട് ബന്ധമില്ലാത്ത ഇവിടെ പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എഫിഷ്യൻസി കം പെർഫോമൻസ് ഓഡിറ്റ്. അടുത്ത ചോദ്യം, യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും അക്കൗണ്ടുകൾ നൽകുന്ന ഉപദേശപ്രകാരം, അക്കൗണ്ടുകൾ ഡാഷ് നൽകുന്ന ഉപദേശപ്രകാരം പ്രസിഡന്റ് നിശ്ചയിക്കുന്ന രീതിയിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. ആരാണ് ഈ ഉപദേശം നൽകുന്നത്? യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും അക്കൗണ്ടുകളെ പറ്റിയുള്ള ഉപദേശം ആരാ നൽകേണ്ടത്? അത് CAG ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്ത ചോദ്യം, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്ത ധനകാര്യ റവന്യൂ അക്കൗണ്ടുകൾ പ്രസിഡന്റിന് സമർപ്പിക്കേണ്ടത് ആരാണ്? അതും CAG തന്നെയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിന് താഴെ ഏതൊക്കെ ഇലക്ടറൽ കോളേജ് വഴിയാണ്? അതായത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയാണ്, അതായത് പാർലമെന്റിലെ ഇരുസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുമാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു സംസ്ഥാനത്തിന്റെ അക്കൗണ്ടുകളെ സംബന്ധിച്ച CAGയുടെ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സംസ്ഥാനത്തിന്റെ അക്കൗണ്ടുകളെ സംബന്ധിച്ച്, അതൊക്കെ നമ്മൾ ആ വാക്കുകൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം. സംസ്ഥാനത്തിന്റെ അക്കൗണ്ടുകളെ സംബന്ധിച്ച് CAG ആർക്ക് കൊടുക്കണം റിപ്പോർട്ട്? ഗവർണർക്കാണ് കൊടുക്കേണ്ടത്, സംസ്ഥാന ഗവർണർക്ക്.
അടുത്ത ചോദ്യം. ഈ ചോദ്യങ്ങൾ, ഈ ചാപ്റ്ററിൻ്റെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മൾ ഇതൊന്ന് കേട്ട് നോക്കുക. ഒന്നാമത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ നമുക്ക് അറിയുന്നതും പിന്നെ മറ്റത് ബേസിക് ക്വസ്റ്റ്യൻസുമാണ്. അപ്പം നമ്മളൊന്ന് കേട്ട് പാസീവായിട്ട് കേട്ട് പോയാൽ മതി. ഇതിൻ്റെ കുറച്ചുകൂടി ഡീപ്പായിട്ട് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നേ ഉള്ളൂ. അപ്പം എന്നാലും ഞാൻ ക്വസ്റ്റ്യൻസ് കുറച്ച് പറഞ്ഞതാണ്. ഒന്ന് മനസ്സിലാകാത്തവർ ഒന്നുകൂടി കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ ആൻസറിലോ കണ്ടന്റിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഇവിടെ അവസാനിപ്പിക്കാം. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.